അല്ല, ബി ജെ പിയുടെ സാധാരണ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിൽ എങ്ങനെയാണ്? അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും ചേരുന്നതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ലിസ്റ്റ്. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ കൊടുത്ത ലിസ്റ്റിൽ ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ചാൽ അസംബ്ലിയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് പരിപാടിയുടെ ഭാഗമായിട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെ സ്വാഭാവികമായിട്ടും ക്ഷണിക്കണം. അത് ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ പരിപാടി തുടങ്ങുന്ന 2 മണിക്കൂർ മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ റെഡിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് സ്വയം പരിഹാസിയാകുകയാണ് ചെയ്തത്. പൊതുവേ നമ്മൾ കണ്ടതാണല്ലോ, എല്ലാവരും മാധ്യമങ്ങളെല്ലാം അത് മനസ്സിലാക്കിയതാണ്.